ഞാൻ ചോദിക്കുമായിരുന്നു ലിറിക്സിലേക്ക് എങ്ങനെ എഴുതി, അവൻ അടിച്ചു മാറ്റിയാണെന്ന് ചോദിക്കുവാൻ. ഓരോ ട്രാക്കും ഓരോ രീതിയിൽ ഞാൻ എഴുതുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ കരളകം എന്ന് പറഞ്ഞ ട്രാക്കിനെ പറ്റിയാണ്. കേട്ടാണ് കരളകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ട്രാക്കാണെന്ന് പറയാം. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു പ്രണയത്തിനെ പറ്റി ഞാൻ എഴുതിയൊരു ട്രാക്കാണ്. അവളുടെ പേര് മുത്തെന്ന് അവളെ വീട്ടിൽ വിളിക്കുന്നു. അവളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാടമുണ്ട്, കരളകം പാടം. ഞങ്ങളുടെ സ്കൂളിനെയും സ്കൂൾ ഗ്രൗണ്ടിനെയും പിരിയിക്കുന്നൊരു ഇടവഴിയുണ്ട്. ഒരു 2 ആൾ പൊക്കം ഉള്ള ഇടവഴിയാണ്. സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഒരാൾക്ക് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ വഴി. ഇപ്പോൾ എന്നും സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം ഇവൾ ഈ വഴി കൂടെ നടക്കുന്നത് ഇങ്ങനെ കാണും. പക്ഷേ എനിക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു വഴി. ആ വഴി എനിക്ക് പോകാൻ പാടില്ല. കാരണം നമ്മുടെ ഡേ സ്കോളർ ഞാനങ്ങനെ പോയി നോക്കിയിട്ടില്ല. പക്ഷേ ഇവളെന്നും ഒരു ഷെയ്ഡി ആയിട്ടൊരു വഴിയിടയ്ക്ക് പലപ്പോഴും തോന്നുന്നു. പക്ഷെ ഇവള് പോകുന്ന കാണുമ്പോഴത്തേക്ക് അത് ആ വഴി ഒരു പോകമായിട്ട് ഇങ്ങനെ മാറി. ആ ഒരു ഇടവഴി ഉണ്ടല്ലോ. അപ്പോൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ വരും. അങ്ങനത്തെ ഓരോ നമ്മൾ ആ സമയത്തുള്ള ഒരു റൊമാൻറ്റിക് സംഭവം തന്നെ. അപ്പോൾ ബാക്കി പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇവള് നടക്കുന്ന വഴിക്ക് ഇവളുടെ കാൽപാദം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാല് പറ്റിച്ചിട്ട് പോയ ആ ഒരു നമ്മൾ നോക്കിയിരിക്കുമല്ലോ. കയ്യെത്തും ദൂരത്താണ്, അടുത്താണ്. പക്ഷെ എന്നാലും നമുക്കത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഭയപ്പെടുത്തുമോ അല്ലെങ്കിൽ മനസ്സിലായില്ലേ, ആ മനസ്സാ ഇഷ്ടം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ കരളകം പറ്റിയെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ലേറ്റർ അവര് ഞാൻ എങ്ങനെയൊക്കെയാ പ്രണയം സക്സസ് ആയി. അല്ല